എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഹാൻഡ് വെഹിക്കിൾ ഞാൻ മേടിക്കാൻ പോവാണ്. ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് എന്തെന്ന് ഫസ്റ്റ് ഹാൻഡ് വെഹിക്കിൾ, അതായത് പുത്തൻ വണ്ടി. ഇത്ര നാൾ ഞാൻ ഉപയോഗിച്ചത് എല്ലാം സെക്കൻഡ് ഹാൻഡാ. അതെ, പുതിയ വണ്ടി അത് വാങ്ങാൻ വേണ്ടി പോവാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഏത് വണ്ടി വാങ്ങിക്കണം എന്ന് നിങ്ങളുടെ സജഷൻ ചോദിച്ചിട്ട്. അപ്പം അതിനകത്ത് ഇലക്ട്രിക് വെഹിക്കിൾ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടു, ആക്റ്റീവ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടു, ജുപ്പിറ്റർ കമൻറ്റ് ഇട്ടു. അങ്ങനെ ഒരുപാട് സ്കൂട്ടറുകളുടെ പേരുകൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് കൂട്ടിക്കിഴിക്കലുകളുടെയും ആലോചനകളുടെയും ഭർത്താവിൻ്റെ സജഷനും അച്ഛൻ്റെ സജഷൻ, അമ്മയുടെ സജഷൻ, അങ്ങനെ എല്ലാവരുടെയും സജഷൻസും ഉൾക്കൊണ്ടുകൊണ്ട്, നിങ്ങളുടെയും സജഷൻസ് ഉൾക്കൊണ്ടുകൊണ്ട് ഫൈനലി ഞാൻ ഒരു EV, അതായത് ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കാൻ തീരുമാനിച്ചു. വണ്ടി ഏതാണെന്ന് ഞങ്ങൾ ചെന്നിട്ട് കാണിക്കാം, ഏത് വണ്ടിയാണ് എടുക്കുന്നതെന്നൊക്കെയുള്ള. നമ്മൾ EV എടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു പുതിയ വണ്ടി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിൽ റെഡി പൈസ കൊടുത്തല്ല എടുക്കുന്നത്. നമ്മൾ CC ഇട്ടാണ് വണ്ടി എടുക്കുന്നത്. ഒരു 3500 രൂപ ഇപ്പം ഡൗൺ പേയ്മെൻറ്റ് നമ്മളൊരു 10,000 ഒരു 20,000 കൊടുത്താൽ പോലും ഇപ്പോഴത്തെ 2 വീലേഴ്സിൻ്റെ പ്രത്യേകിച്ച് കേരളസ് വണ്ടികൾ, ആക്റ്റീവ പോലുള്ള വണ്ടികളുടെ വില അനുസരിച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 3500-നും 4000-നും ഇടയ്ക്കായിരിക്കും നമുക്ക് EMI വരുന്നത്. പ്ലസ് നമ്മുടെ പെട്രോള്, അതായത് നമ്മൾ ഡെയിലി ജോലിക്ക് പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ വില അനുസരിച്ച് ആക്റ്റീവയ്ക്ക് പോലുള്ള വണ്ടികൾക്കൊക്കെ ഒരു 50 കിലോമീറ്റർ മൈലേജ് നോക്കിയാൽ പോലും നമുക്ക് ഡെയിലി ഒരു 100 രൂപയുടെ പെട്രോൾ അടിക്കേണ്ടി വരും. പിന്നെ ജോലിക്ക് വേണ്ടി മാത്രം. പിന്നെ നമ്മൾ എക്സ്ട്രാ കട എന്തായാലും ഓടും. അപ്പോൾ അത് ഒരു 4000 രൂപയുടെ പെട്രോൾ നമ്മൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഏകദേശം ഒരു 8000 രൂപ നമ്മളൊരു മാസം ഒരു വണ്ടിക്ക് വേണ്ടി നമ്മൾ മുടക്കണം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കിനും എന്തുകൊണ്ട് EV ചിന്തിച്ചുകൂടാ എന്ന് കണക്ക് കൂട്ടി. കാരണം ഞാൻ കുറേ അന്വേഷിച്ചപ്പോഴത്തേക്കിനും അവർക്ക് 2 മാസം കൂടുമ്പോൾ 1000 രൂപയുടെ ബില്ലേ വരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിൽ വന്ന നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, EV എടുത്തു കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ ബാറ്ററി വാറണ്ടി ഇല്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബാറ്ററി മേടിക്കണമെങ്കിൽ ഒരു വണ്ടി മേടിക്കേണ്ട പൈസ ആകത്തില്ലേ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ അതിൽ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പെട്രോളിന് അടിക്കുന്ന പകുതി പൈസ എവിടെയെങ്കിലും ചിട്ടിയിൽ കൂടിയിടുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പുതിയ ബാറ്ററി മേടിക്കാനുള്ള പൈസ ഓൾറെഡി അവിടെ കിട്ടും. 5 കൊല്ലം കൊണ്ട് വണ്ടി നമ്മൾ ഓടി എടുക്കും. 5 കൊല്ലം കൊണ്ട് നമ്മൾ ഓടി മുതലാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കിനും ബാറ്ററിക്ക് ഇതിന്റെ പകുതി പ്രൈസ്. അന്നത്തെ കാലത്ത് ഈ 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കിനും ഇപ്പോൾ ഒരുപാട് ബ്രാൻഡ്സിന്റെ ഒക്കെ സ്പെയർ വരുന്നത് പോലെ തന്നെ ഒരു പക്ഷേ EV ബാറ്ററീസിന്റെ റേറ്റ് കുറയാം. പണ്ട് പെട്രോൾ വെഹിക്കിളൊക്കെ വാങ്ങിച്ചപ്പോൾ ഇതുപോലെ തന്നെ ആയിരുന്നില്ല, കേടായാലും എന്ത് ചെയ്യും? ആ ഒരു ഇത് മാറിയില്ലേ? അതിൽ നിന്നൊക്കെ അതുപോലെയാണ് ചിലപ്പോൾ ബാറ്ററിയുടെ നമ്മൾ EVയിലോട്ട് പോയി. ഇപ്പൊ ഒരുപാട് പേര് EV ചൂസ് ചെയ്യുന്നത്. അതെ. പിന്നെ നമ്മൾ നോക്കിയ സമയത്ത് EV എടുത്തപ്പോൾ കുറെ ബ്രാൻഡ്സിന് വെയിറ്റിംഗ് പീരീഡ് 2 മാസം 3 മാസം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ചില വണ്ടിയുടെ റേറ്റും മാറി വരും. അതായത് അവർ പറയുന്ന റേറ്റ് നമ്മുടെ കയ്യിൽ അത്ര ബഡ്ജറ്റ് കാണത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കിയപ്പോഴത്തേക്കും നമ്മളൊരു വണ്ടി സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്തത് അത് ഉപയോഗിച്ചിട്ടുള്ള ആളുകളുടെ, അതായത് ഡെയിലി യൂസ് ഉപയോഗിച്ചിട്ടുള്ള ആളുകളുടെ സജഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ആ വണ്ടി മേടിച്ചത്. അപ്പൊ ഇതൊരു ആ ഒരു ബ്രാൻഡിനെ പറ്റി പൊക്കി പറയുന്നതല്ല, ആ ബ്രാൻഡിനെ പറ്റി നെഗറ്റീവ്സും ഉണ്ട്, പോസിറ്റീവ്സും ഉണ്ട്. അതല്ല പറഞ്ഞു നമ്മളൊരു വണ്ടി മേടിക്കാൻ നേരത്തെ എന്തൊക്കെ നോക്കി എന്നുള്ള കാര്യമാണ് ഞാൻ അത് പറഞ്ഞത്. അപ്പൊ നമുക്ക് ആ വണ്ടി മേടിക്കാനായിട്ട് പോകാം. ദേവുവിന്റെ 26 വയസ്സിനിടയ്ക്ക് കൂട്ടി പറയുന്നു. എന്നെ പറ്റിച്ചോട്ടെ, എന്നോട് 26 എന്നല്ലേ പറഞ്ഞേ? എനിക്ക് 27, നിങ്ങൾക്ക് 29. ഞാൻ ചുമ്മാതാ. അപ്പം 26 വയസ്സിനിടയ്ക്ക് ദേവുവിന്റെ ആദ്യത്തെ പുത്തൻ വണ്ടിയാണ്. അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ നോക്കുന്നത്. പുത്തൻ വണ്ടിയെങ്കിലും സ്വന്തമായിട്ട് വൃത്തിക്ക് നോക്കിയും കഴുകി. അതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റ് കളർ തന്നെയാണ് സജസ്റ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിന്റെ വണ്ടി കൂടുതൽ എന്നെ കരി വരുത്തേക്കാനില്ലല്ലോ. അതെ. പിന്നെ അമ്മയ്ക്ക് എന്നാ ഇലക്ട്രിക് വണ്ടിയെ കുറിച്ചൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. അമ്മയ്ക്ക് കറണ്ട് ബില്ലാകുമോ എന്നുള്ള പേടി മാത്രമേ അമ്മയ്ക്കുള്ളൂ. ഞാൻ പറഞ്ഞു, ഇപ്പൊ അടയ്ക്കുന്ന കറണ്ട് ബില്ലേക്കാട്ടും കൂടുതൽ വന്നാൽ അത് ദൈവം അടച്ചോണം, അത്രേ ഉള്ളൂ. അതേ എനിക്ക് പറയാനുള്ളൂ. വണ്ടി ഏതെടുത്താലും എന്റെ കുഞ്ഞുങ്ങളല്ലേ എടുക്കുന്നത്, എനിക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അവർ വിളിക്കുന്നു, അവരോട് ഞാൻ പോകുന്നു, അവർ പറയുന്നു, അതുപോലെ ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട്
കണ്ടിട്ട് വണ്ടി ഏതാണെന്നും എങ്ങനെയാണെന്നും ഒക്കെയുള്ള വിവരങ്ങൾ പറയാം. ഇതിനകത്ത് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പങ്കുവയ്ക്കാനുണ്ട് അല്ലേ ഏട്ടാ? അപ്പോൾ പലരും മിസ് ചെയ്ത് പോയ പല കാര്യങ്ങളും നിങ്ങൾക്ക് പങ്കുവയ്ക്കാനുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഞാൻ ഏതായാലും അതേപ്പറ്റി ഒന്നും പറയുന്നില്ല. ആ വീഡിയോയിലുടനീളം കാണുന്നവർക്ക് അതെല്ലാം വളരെ വാല്യൂ പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ എത്തി ഏത് വണ്ടിയാണ് എവിടെ നിന്നാണ് എന്നൊക്കെയുള്ള എല്ലാ സകലമാന വിവരങ്ങളും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് വാങ്ങുന്നതെന്നുള്ളത് പറയാമല്ലേ ഏട്ടാ? അപ്പോൾ ഏത് വണ്ടിയാണ് അത് അങ്ങോട്ട് പോയിട്ട് കാണിച്ചാൽ പോരെ? മതിയോ? മതി. എന്നപ്പോൾ നമുക്ക് അങ്ങോട്ട് ചെന്നിട്ടും കാണിക്കാം. നമ്മളിവിടെ വന്നിരിക്കുവാണ് ഏട്ടാ. അപ്പോൾ ഇനി ഇത് എവിടെ നിന്നാണെന്നൊക്കെയാണ് പറയാമോ? ഇത് നമ്മുടെ ചേതക് റോയൽ ബജാജിൻ്റെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലുള്ള റോയൽ ബജാജിൽ നിന്നാണ് നമ്മൾ ഈ ചേതക് എടുക്കുന്നത്. നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. വണ്ടി കണ്ടു, അതിൻ്റെ വീഡിയോ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ചേച്ചി ആക്സറീസ് ഒക്കെ എടുക്കാൻ പോയേക്കുവാണ്. അതായത് ഹെൽമെറ്റ്, സീറ്റ് കവറ്, വണ്ടി മൂടുന്ന കവറ് ഒക്കെ എടുക്കാൻ പോയേക്കുവാണ്. ഇത് വീഡിയോയ്ക്ക് അതാണ്. വണ്ടി കണ്ടാലോ? ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടി. ഇതേ ഇരിക്കുന്നു, വൈറ്റ് കളർ ചേതക്. കൊള്ളാമല്ലേ? ഞാൻ വിചാരിച്ചതിനേക്കാളും ഭംഗിയുണ്ട്. ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല, പക്ഷേ നല്ല രസമുണ്ട് കാണാൻ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ അമ്മേ? നല്ല വണ്ടിയല്ലേ? അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ വന്നപ്പോഴാണ് അല്ലേ, കമ്പിയൊക്കെ വെച്ച് വന്നപ്പോഴത്തേക്കിനും ഒന്നും കൂടെ ഭംഗിയായി. സീറ്റ് കവറൊക്കെ അവരിടുവാണ്. ഇട്ടെല്ലാം ഒന്ന് റെഡിയാക്കട്ടെ. ന്യൂട്രൽ ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് സൈഡ് സ്റ്റാൻഡ് തട്ടി ഡ്രൈവ് മോഡ് ഒക്കെ ചെയ്താൽ കേശു പോപ്പോണ്ടി. ഓ, കേശു വേറെ വേറെ പോപ്പോണ്ടി നോക്കാൻ പോവാ. ഇവിടെ എല്ലാം പോപ്പോണ്ടിയാണല്ലോ. ആ ചേട്ടാ, കറുത്ത പോപ്പോണ്ടി. കേശുവേ നമ്മുടെ പോപ്പോണ്ടി വേണ്ടേ? വേണ്ടേ? കേശു ഇഷ്ടപ്പെട്ടോ? എല്ലാം എടുത്തോട്ടൊക്കെ നോക്കുവാണ്. PMI ഡ്രൈവിൻ്റെ സബ്സിഡി കിട്ടാനുള്ള പരിപാടിയാണ്.